Hi all friends, welcome to MTM Political Talk. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാജസ്ഥാൻ ഘടകത്തിൽ കാലങ്ങളായുള്ള ഒരു വീഴ്പ്പഴക്കൽ അതിന് ഒരു ശമനം വന്നിരിക്കുകയാണ് എന്നാണ് ഇന്നത്തെ ന്യൂസുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അസുരസങ്ങൾക്കിടയിലും രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി കൂടിക്കാഴ്ച നടത്തി സച്ചിൻ പൈലറ്റ്. ഇതാണ് ഇന്നത്തെ പ്രധാന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രധാന ന്യൂസായി ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജേഷ് പൈലറ്റിന്റെ 25ാം ചരമവാർഷികത്തിലെ അനുബന്ധിച്ചുള്ള പരിപാടിയിലേക്ക് അശോക് ഗെഹ്ലോട്ടിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് സച്ചിൻ എത്തിയത് എന്നാണ് രാജസ്ഥാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനെ വിലയിരുത്തുന്നത്. തീർച്ചയായും രാജസ്ഥാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭരണമില്ലെങ്കിലും ഒരു നല്ല ശുഭസൂചനയാണ്. അശോക് ഗെഹ്ലോട്ടിന്റെ കാലത്ത് സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാവുമെങ്കിലും ആവും എന്ന് ഭരണം അവസാനിക്കുന്നത് വരെ പറഞ്ഞുവെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരുവരും അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇപ്പോൾ സച്ചിൻ അശോക് ഗെഹ്ലോട്ടിന് പിതാവിന്റെ ചരമവാർഷിക ദിന പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി സന്ദർശിച്ചതും അതാണ് ഈ വാർത്തക്ക് ഇത്രയും പ്രാധാന്യം നൽകിയതും. എന്തായാലും രാജസ്ഥാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരാണ് എങ്കിലും രണ്ട് ധ്രുവങ്ങളിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അവർ ഒന്നിച്ച് ഒരു വേദി പങ്കിടുകയാണെങ്കിൽ അത് രാജസ്ഥാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭ സൂചനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വാർത്തകളിലൊക്കെ അതിന് വളരെ പ്രാധാന്യം വന്നിരിക്കുന്നത്. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ അശോക് ഗെഹ്ലോട്ട് അത് ഓർത്തെടുത്തത് സച്ചിൻ പൈലറ്റിന്റെ പിതാവ് അശോക് ഗെഹ്ലോട്ടും ഒന്നിച്ച് ലോകസഭയിലേക്ക് മത്സരിച്ചതും രണ്ടാളും ഒന്നിച്ച് MP ആയതും ഇതെല്ലാം അശോക് ഗെഹ്ലോട്ട് ഓർത്തെടുത്തതും ഒക്കെ വളരെ ശുഭസൂചനയാണ് രാജസ്ഥാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് കൈവന്നിരിക്കുന്നത്. ആ വാർത്തയാണ് ഇന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും പ്രാധാന്യം വന്നിരിക്കുന്നതും എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും രാജേഷ് പൈലറ്റും 1980-കളിൽ ഒരുമിച്ച് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും 18 വർഷം നീണ്ടുനിന്ന ദീർഘകാല ബന്ധമാണ് തമ്മിലുണ്ടായിരുന്നതെന്നും കൂടിക്കാഴ്ചയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അശോക് ഗെഹ്ലോട്ട് എക്സിൽ കുറിച്ചു. രാജേഷ് പൈലറ്റിന്റെ അപ്രതീക്ഷിത മരണം ഇപ്പോഴും തന്നെ ദുഃഖിപ്പിക്കുന്നുവെന്നും അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് ശേഷം രാജസ്ഥാനിൽ പാർട്ടിയെ പുനർജീവിപ്പിച്ച 2018 തെരഞ്ഞെടുപ്പിൽ വിജയത്തോടെ മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ പൈലറ്റിനെ മറികടന്ന് അശോക് ഗെഹ്ലോട്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതും ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാകുകയും പാർട്ടിക്കുള്ളിൽ രാഷ്ട്രീയ എതിരാളികളാവുകയും ചെയ്തു. ഇതാണ് രണ്ട് ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ മുന്നേ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇരുവരും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങൾ രാജസ്ഥാൻ കോൺഗ്രസിൽ അസുരസങ്ങൾക്ക് വഴി തുറക്കുകയും ഇരു വിഭാഗങ്ങളുമായി തിരിയുകയും ചെയ്തിരുന്നു. രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇരു വിഭാഗവും രണ്ട് പാർട്ടികളെ പോലെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ രാജസ്ഥാനിൽ ഉണ്ടായിരുന്നു. ബുധനാഴ്ച നടക്കുന്ന പരിപാടിയിൽ ഗെഹ്ലോട്ട് പങ്കെടുക്കുകയാണെങ്കിൽ സംസ്ഥാന കോൺഗ്രസിൽ മഞ്ഞുരുകൽ സാധ്യതയാണെന്ന് തുറക്കപ്പെടുകയെന്ന് രാജസ്ഥാൻ കോൺഗ്രസിൽ അത് മഞ്ഞുരക്കത്തിന്റെ നാളുകളാണ് ഇനി വരാനുള്ളത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഈ വീഡിയോയുടെ
വിശദാംശങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. പരിപാടിയിൽ അശോക് ഗെഹ്ലോട്ട് പങ്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് രാജസ്ഥാൻ കോൺഗ്രസ് കടക്കും തീർച്ചയാണ്. അശോക് ഗെഹ്ലോട്ട് പങ്കെടുക്കുകയാണെങ്കിൽ പുതിയ വഴിത്തിരിവുകളും സൗഹൃദങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് പോകും. അതല്ല, പങ്കെടുത്തിട്ടില്ല എങ്കിൽ ഇനിയും ബന്ധവൈരികളായി തന്നെ തുടരാനാണ് സാധ്യത. ഇതാണ് ഇന്നത്തെ ട്രെൻഡിങ് ന്യൂസായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഈ വീഡിയോയുടെ വിശദാംശങ്ങൾ ഇനി നമുക്ക് പരിപാടികൾക്ക് ശേഷം പ്രതീക്ഷിക്കാം. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.